സുപ്രഭാതം കാരവൻ്റെ വയനാട് ജില്ലയിലെ പര്യടനം ആരംഭിക്കുന്നത് കേരള കർണാടക അതിർത്തിയായ ബാവലിയിലെ SNECയുടെ ക്യാമ്പസിൽ നിന്നാണ് നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത്. ബാവലിയിലെ സയ്യിദ് ബാവ അലി ഇസ്ലാമിക് അക്കാദമിയുടെ മുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തൊട്ട് പിറകിൽ കാണാൻ സാധിക്കുന്നതാണ്, അഥവാ ഈ ക്യാമ്പസിനോട് അഭിമുഖമായിട്ട് നിൽക്കുന്നതാണ് സയ്യിദ് ബാവ അലി തങ്ങളുടെ മക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ SNECയുടെ ക്യാമ്പസുകളിൽ ഏറ്റവും മനോഹരമായ അഥവാ പ്രകൃതിയുടെ രമണീയതകൾ കൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം. കാരണം ചുറ്റും കാടിനാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ്. തൊട്ടപ്പുറത്ത് ഈ ക്യാമ്പസിൻ്റെ ഒരു 5-10 മീറ്റർ മാത്രം മാറി ഒരു പുഴയുണ്ട്. അതിനെ നിർണ്ണയിക്കുന്നത് കർണാടക കേരള ബോർഡറായിട്ടാണ്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ കർണാടകയുടെ ഈ പുഴയുടെ തൊട്ടപ്പുറം നോക്കിയാൽ അവിടെ മനോഹരമായ റിസോർട്ട് സമുച്ചയങ്ങളുണ്ട്. അതോടൊപ്പം ചുറ്റും കാടാണ്, ആനയും വന്യമൃഗങ്ങളുമൊക്കെ വിഹരിക്കുന്ന ഒരു പ്രദേശം. പക്ഷേ ഈ കുട്ടികൾ വളരെ സേഫാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഉസ്താദുമാരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ല വായു ശ്വസിക്കാൻ അഥവാ ശുദ്ധമായ വായു ശ്വസിക്കാൻ, വാഹനങ്ങളുടെ പുകപടലങ്ങളില്ലാത്ത, മറ്റ് അപശബ്ദങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ പ്രകൃതിയുടെ കളകൂജനങ്ങളൊക്കെയുള്ള ആ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള നല്ല ഒരു വായു ശ്വസിക്കാനും ഒരു അന്തരീക്ഷത്തിൽ കഴിയാനുമൊക്കെ കഴിയുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ കൂടെ ഉസ്താദുണ്ട്. അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ട് നമ്മുടെ SNEC ക്യാമ്പസും ഇസ്ലാമിക് അക്കാദമിയും എങ്ങനെയാണ് പോകുന്നത്? അൽഹംദുലില്ലാ, വളരെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. 2 വർഷമായിട്ട് നമ്മൾ തുടങ്ങി. അൽഹംദുലില്ലാ, സൗകര്യങ്ങൾ കുറവാണെങ്കിലും കുട്ടികൾ അവരുടെ കാലിബർ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എത്ര കുട്ടികളാണ് ഇവിടെയുള്ളത്? 42 ആൾ. 42 കുട്ടികൾ എവിടെ നിന്ന് വരുന്ന ആളുകളാണ്? ഇത് കേരളത്തിൻ്റെ 6 ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ ഈ 42-ൽ ഉൾക്കൊള്ളുന്നുണ്ട്. പുറത്ത് ഈ കർണാടകയുടെ ബോർഡർ ആയതുകൊണ്ട് അവിടെ നിന്നുള്ള കുട്ടികളുണ്ടാവും? കർണാടകപ്പല്ല, തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ട് 4-5 കുട്ടികളുണ്ട്. 4-5 കുട്ടികളുണ്ട്. എങ്ങനെ ഇവിടുത്തെ സമയവും ഈ പറഞ്ഞതുപോലെയുള്ള നിങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയറും പഠനാന്തരീക്ഷവും ഒക്കെ എങ്ങനെ? SNEC ഒക്കെ 2 വർഷമായിട്ട് തുടങ്ങി. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു സിലബസും അതിനോടുള്ള കുട്ടികളുടെ പ്രതികരണവും രക്ഷിതാക്കളുടെയൊക്കെ പ്രതികരണമൊക്കെ എങ്ങനെ? SNEC നിർദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. സൗകര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കുറവാണെങ്കിലും SNEC നിർദ്ദേശം നമ്മളെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രാവിലെ 7 മണിക്കാണ് നമ്മൾ ക്ലാസ് തുടങ്ങുക. വൈകുന്നേരം 3:30 വരെ തുടങ്ങുന്ന 8 പീരീഡാണ് നീണ്ടു നിൽക്കുന്നത്. നമ്മുടെ ഈ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അൽഹംദുലില്ലാ, വളരെ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ നല്ല റിസൾട്ടാണ് ഇവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് കുട്ടികളുടെ അക്കാഡമിക് സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്കൊപ്പം മറ്റ് ആക്ടിവിറ്റികളൊക്കെ എങ്ങനെയായിരിക്കും, അവരുടെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റികളൊക്കെ? ഇൻഷാ അല്ലാഹ്, നമ്മളിപ്പോൾ നാളെ വൈകുന്നേരം മുതൽ നമ്മളുടെ SNECയുടെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ കുട്ടികളുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വരുന്ന സമയത്ത് അവർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ്, ഞായറാഴ്ച അതിവിപുലമായിരിക്കുന്ന പരിപാടി രക്ഷിതാക്കളുടെ സാന്നിധ്യത്തോടു കൂടെ നമ്മളുടെ ഈ മഹല്ലിലെ എല്ലാ ആളുകളുടെയും സാന്നിധ്യത്തോടു കൂടെ അരങ്ങേറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, നാളെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ നടക്കും. ഈ മഹലിനെ കുറിച്ച് പറയുമ്പോൾ ഇത് മറ്റു മഹലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത് ഒരു കാട്ടിലൂടെ സഞ്ചരിച്ച് വേണം നമുക്കിവിടെ എത്താൻ. അപ്പം അതിൻ്റെ വീടുകളൊക്കെ ധാരാളം ഉണ്ടോ? ഇവിടുത്തെ ആളുകളുടെ ഒരു ഇസ്ലാമികമായിട്ടുള്ള അവരുടെ ഒരു പ്രബോധനവും അവരുടെ ഉൾക്കാഴ്ചയും ഒക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ ഒരു ശൈലി എന്താണ് ഇവരുടെ? ഇവിടെ ഇപ്പോൾ മഹലിൻ്റെ കീഴിൽ 110 വീടാണുള്ളത്. ഈ 110 നമ്മളെ മുസ്ലിം വീടുകളുള്ളതിനേക്കാൾ അധികമാണ് മറ്റു വിഭാഗങ്ങളായിരിക്കുന്ന ആളുകളുള്ളത്. ഈ ഏകദേശം ഈ മക്കാമിനെ കേന്ദ്രീകരിച്ച് കൂടെ തന്നെയാണ് മറ്റുള്ള മതവിഭാഗങ്ങളായിരിക്കുന്ന ആളുകളുള്ളതും. അവരുടെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഇവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റാണ് ആ വിഭാഗം ആളുകൾക്കുള്ളത്. നമ്മളെ മറ്റുള്ള സ്ഥലങ്ങൾ നമ്മൾ കേട്ടതുപോലെയുള്ള സ്പർദ്ധകളും കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ നമുക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇസ്ലാമികമായിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദഅവാ പ്രവർത്തനങ്ങൾ മഹലിൻ്റെ കീഴിൽ, കമ്മിറ്റിൻ്റെ കീഴിൽ ഉസ്താദുമാരൊക്കെ നേതൃത്വത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇൻഷാ കുട്ടികളൊന്ന് വലിയ ക്ലാസ്സിൽ എത്തിയിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ ഈ മഹലിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, കൊണ്ടുപോകാനുള്ള പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ ഇവിടുത്തുകാരുടെ ഒരു പ്രധാന കൃഷിയാണോ കൂടുതൽ? എന്താണ് അവരുടെ ഒരു തൊഴിലിൻ്റെ ഒരു? കൃഷി തന്നെയാണ് കാര്യമായിട്ട്. നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വയലുകളാണ് കാര്യമായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ പുറത്തെ മറ്റുള്ള പീടികൾ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളും കാര്യമായിട്ടുണ്ട്. ഈ ബാവാലി തങ്ങളെക്കുറിച്ച് കൂടി? ബാവലി തങ്ങളെക്കുറിച്ച് 800 വർഷം പഴക്കമുള്ള ഒരു അതായിരിക്കും ഈ ബാവ അലി. എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഈ ലാസ്റ്റ് ചോദിക്കുന്ന ബാവ അലി. അന്നത്തെ ആളുകൾ ബാബ എന്നാണല്ലോ പറയുക. നമ്മളുടെ ഇന്ത്യക്കാരനല്ല. ഏകദേശം ഇവിടുന്ന് വന്നതിന് ശേഷം ലഭിച്ച വിവരം അനുസരിച്ച് ഖുറാസാൻകാരനാണ്. അന്നത്തെ ഇവിടുത്തെ നാണയങ്ങളും കാര്യങ്ങളൊക്കെ തുർക്കി. അന്നത്തെ നാണയങ്ങളൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവരങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ റിട്ടേൺ രേഖകളൊന്നും കാര്യങ്ങളൊന്നും ഇന്നും ഇല്ല. എത്ര വർഷം അദ്ദേഹം ഇവിടെ മരണപ്പെട്ടിട്ട്? 800 വർഷം എന്നാണ് നാട്ടുകാരിൽ നിന്ന്. 800 വർഷം, ഏതാണ്ട് 8 നൂറ്റാണ്ടപ്പുറം
നമ്മളുടെ ഇമാം നബി തങ്ങളുടെയൊക്കെ കാലഘട്ടക്കാരനായിരിക്കാം എന്നുള്ളതാണ് ഒരു നിഗമനം. ഏതാണ്ട് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കൂലങ്കഷമായിട്ട് എന്തായില്ല ഇറങ്ങിയിട്ടില്ല. ഏതായാലും നമുക്ക് ഉസ്താദ് വളരെ കൃത്യമായിട്ട് ലഘുവായിട്ട് കാര്യങ്ങൾ വിവരിച്ചു. നമ്മുടെ ഒത്തിരി കുട്ടികൾ ഈ ക്യാമ്പസിൽ നമ്മൾ പറഞ്ഞതുപോലെ 42 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. എല്ലാവരും ഒരുപക്ഷെ ഞാൻ ഇവരുടെ ഈ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു സ്വർഗ്ഗത്തിലെ കട്ടറും ബായേക്കാം ഈ എൻ്റെ ഒരു സമയം. കാരണം എനിക്ക് വേണ്ടി ഇവർ അണിഞ്ഞൊരുങ്ങി തയ്യാറായി നിൽക്കുകയാണ് നല്ല സുപ്രഭാതത്തിന് വേണ്ടി. കാരണം ഇവരുടെ ഫെസ്റ്റ് നാളെയും മറ്റന്നാളും, അഥവാ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ്, ശനിയും ഞായറും അവരുടെ ഫെസ്റ്റ് നടക്കാനിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, ഫെസ്റ്റിനൊക്കെ ഒരുങ്ങിയോ? ആ. ഏത് മത്സരത്തിനാണുള്ളത്? ഞാൻ ഈ പാട്ടിനുണ്ട്. നീ എന്തിനാണുള്ളത്? ഞാൻ ബാങ്കുണ്ട്, കിറാത്തുണ്ട്, പിന്നെ ബുർദിങ്ങ വലക്കായിട്ട് അങ്ങനെ കുറച്ച്. എത്ര ടീം മത്സരത്തിന്? എത്ര ടീമാണ്? 2 ടീമുണ്ട്. 2 ടീം. ഏതൊക്കെ ടീം? ഗസ ടീമുണ്ട്, പിന്നെ റഫ ടീമുണ്ട്. ഗാസയും റാഫയും. നല്ല പേര് കേട്ടോ, നല്ലൊരു കോൺസെപ്റ്റ്. എന്താ ഫെസ്റ്റിൻ്റെ പേരെന്താ? ഫസ്റ്റിൻ്റെ പേര് മുഖദ്ദിൻ, ബൈത്തുൽ മുഖദ്ദസ്. യെസ്, ബൈത്തുൽ മുഖദ്ദസിനെ ചുറ്റി അതും ഭയങ്കര ഒരു കാഴ്ചപ്പാട് കേട്ടോ. കാരണം ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഗാസയും റാഫയും വെസ്റ്റ് ബാങ്കും ഫലസ്തീനും ഒക്കെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ വർത്തമാനകാലത്തെ വാർത്തകളും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നീൻ്റെ ടീം റാഫയാണ്? ഗസയാണ്. റാഫക്കാരാരാ ഉള്ളത്? നീ റാഫയാണ്. വിജയിക്കുക? ഗാസയെ നമുക്ക് മറികടക്കണ്ടേ? മറികടക്കുക. എന്തിനൊക്കെയുള്ളത്? എത്ര ഐറ്റം മത്സരങ്ങളുണ്ട്? എനിക്കോ മൊത്തം 25 ആണോ? 25 ഐറ്റം മത്സരമുണ്ട്. ഓഫ് സ്റ്റേജും ഉണ്ട്. ഇതിൽ 42 ആളുകൾക്കും പ്രോഗ്രാം ഉണ്ടോ? 42 ആളുകൾക്കും പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷം വന്ന ആളുകൾ ആരൊക്കെയാണ്? ഇത് 2ാമത്തെ വർഷമല്ലേ? കഴിഞ്ഞ വർഷം മുതലുള്ള, അപ്പോൾ നിങ്ങൾ സീനിയേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ സീനിയേഴ്സ് എന്നുള്ളതൊന്നും ഇവിടെ ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ സീനിയേഴ്സും ജൂനിയേഴ്സും ഓക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇത് നിങ്ങളുടെ കളിസ്ഥലമാണോ? കളിസ്ഥലം വേറെ ഉണ്ടോ? അത് ശരി. എന്താ കളി? മെയിനായിട്ട് കളി എന്താ? ഫുട്ബോളാണ്. ഷട്ടിലും കളിയും. ആരാ ഇവിടുത്തെ ഏറ്റവും നല്ല കളിക്കാരനായിരുന്നു? ഏറ്റവും നല്ല ഗോൾ അടിക്കുന്ന ആരാ? സിനാനാണോ? സിനാൻ ഒരു സ്പോർട്സ്മാൻ്റെ ലുക്കും ഉണ്ട് അല്ലേ ആള് അല്ലേ? ഓക്കെ. സിനാൻ എത്ര ഗോൾ അടിക്കും? ഒരു കളി 2-3 ഒക്കെ. എന്നാൽ ഗോളി ആരാ ഇവിടുത്തെ? സിനാന്റെ സ്ഥിരം ഇര ആരാ? അംഫിലും സിനാനും ഒരു ടീമിലാണോ ഉണ്ടാവുക? ആരാ അംഫില്? അതിനെ സിനാനെ നാട്ടിൽ നിന്നൊക്കെ ഫുട്ബോൾ കളിക്കുക? ഇടയ്ക്ക് കളിക്കും. ഇവിടുന്ന് ഒരു ദിവസം എത്ര ഗോൾ അടിക്കും? അധികം കളിക്കലൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക്. ഇവരെല്ലാം പിടിച്ചിട്ട് നമ്മളൊരു കളിക്കാരനാക്കിയതാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ ഇത് നമ്മുടെ ഒരു കാട്ടിൻ്റെ അടുത്താണല്ലോ നിൽക്കുന്നത്. ഇവിടെ ഈ ആനയും കടുവയൊക്കെ ഉണ്ടാവും ഇവിടെ. നമ്മൾ പലപ്പോഴും ഇത് കാടിനോടനുബന്ധി ഇപ്പം നാട്ടിൻപുറത്ത് പോലും ഈ ആനയൊക്കെ ഇറങ്ങുന്ന കാലമാണ്. അപ്പോൾ നിങ്ങളിവിടെ ആനയൊക്കെ കണ്ടിട്ടുണ്ടോ? ആന കണ്ടോ? ഇവിടെ വരുവാ? ഇവിടെ വരൂല, അവിടെ സ്കൂളിൽ എവിടെ? ഇന്നലെ രാത്രി ഇവിടെ വന്ന. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിന്റെ പുറത്ത്. അപ്പോൾ പുഴയല്ലേ ഇവിടെ? പുഴയുടെയും കോമ്പൗണ്ടിന്റെ അടുത്തായിട്ടൊരു വഴിയുണ്ട്. അത് ശരി. ആന വരൂ? അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരൂല. അപ്പോൾ അതൊരു അടിപൊളി കാഴ്ച. ഇവിടെ വേലിയുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറാതിരിക്കാനുള്ള വേലിയൊക്കെ ഉണ്ടാവും ഇല്ലേ? മറ്റെന്തെങ്കിലും പിന്നെ മയിൽ അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടാവും. മാന് വരും? ഇവിടെ വരുവാ? മുറ്റത്ത് വരും? അടിപൊളിയാണല്ലോ. അപ്പം നമുക്ക് കുറച്ച് ദിവസം ഇവിടെ വന്നല്ലോ. മാത്രമല്ല ഇപ്പോൾ നല്ല ഡിസംബറിന്റെ തണുപ്പുള്ള ഒരു സമയമാണ്. നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടോ? നല്ല തണുപ്പാണോ? നല്ല തണുപ്പാ. സുബൈക്കൊക്കെ എഴുന്നേൽക്കാനൊക്കെ ഒരു ചെറിയ മടിയൊക്കെ കാണും ചിലപ്പോൾ അല്ലേ? കുറച്ച് ചെറുതായിട്ട്. എന്നാലും നമ്മൾ എഴുന്നേൽക്കും. പള്ളിയിലെപ്പോൾ എത്തും അല്ലേ? പള്ളിയിലെത്തി നമ്മൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു ഡേ ടു ഡേ നിങ്ങളുടെ ഒരു റൊട്ടീൻ കാര്യങ്ങൾ എങ്ങനെയാണ്? സുബൈക്ക് നമ്മൾ എഴുന്നേൽക്കുന്നു, ബാക്കി പറ. സുബൈക്ക് എണീച്ചിട്ട് നേരെ പള്ളിയിൽ പോകും. നിസ്കാരത്തിന് ശേഷം കുറച്ച് നേരം ഒരു 20-30 മിനിറ്റ് ഖുർആൻ ഓതും. അതിനുശേഷം പിന്നെ മക്കാമിൽ പോയിട്ട് യാസീൻ ഓതി ദുആ ചെയ്യും. ഒരു 7 തന്നെ ഞങ്ങൾ ക്ലാസ്സിന് പോകും പള്ളിയിൽ. അതിനുശേഷം ചായ കുടിക്കും. ചായക്ക് എന്താ കടിയൊക്കെ ഉണ്ടാവും? റസ്ക് ഉണ്ടാവും, ബിസ്ക്കറ്റ് ഉണ്ടാവും, പിന്നെ ബേക്കറി കാര്യങ്ങളൊക്കെ, മുട്ട പുഴുങ്ങിയത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ നാസ്ത കഴിക്കും. പിന്നെ നാസ്ത എപ്പോഴാണ്? 9 മണിക്ക്. നാസ്തയ്ക്ക് എന്താ ഉണ്ടാവുക? അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഓരോ ദിവസം മെനു മാറും. പൊറോട്ട ഉണ്ട്, പൂരി ഉണ്ട്, പത്തലുണ്ട്, പിന്നെ ദോശ ഉണ്ടാവും, പുട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കളിയും പിന്നെ അപ്ഡേഷനൊക്കെ നടന്നു. പിന്നെ ആ 10 മണി മുതലൊക്കെ പിന്നെ നിങ്ങളുടെ പഠനമായിരിക്കും. ഉച്ചയ്ക്ക് ലഞ്ച് അങ്ങനെയൊക്കെ തുടങ്ങി വൈകിട്ട് 4 മണിക്ക് ശേഷം കളി. ഓക്കെ. പിന്നെ നൈറ്റ് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം പിന്നെ പള്ളീൻ്റെ മുകളിൽ നിന്ന് ദർസുണ്ടോ ഇന്നടുത്തൊക്കെ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് ഇശാ നിസ്കരിച്ച് ഹദ്ദാദും പിന്നെ ഖുർആൻ ഓതും, സുന്നത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതും. എന്നിട്ട് വീണ്ടും വരും.
മറ്റ് 2ാം ദർസ്, പിന്നെ സ്കൂളിലുള്ള എടുത്ത കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ. അപ്പം ഇനി SNEC-യിൽ ചേർന്നത് കൊണ്ട് നിനക്കുണ്ടായ ഒരു മാറ്റം എന്താണ്? സ്വഭാവങ്ങളൊക്കെ മാറി കിട്ടി. പിന്നെന്താ ഇവിടെ വന്നിട്ട് എല്ലാം പഠിക്കാൻ പറ്റി. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എല്ലാം കളിക്കാനും അതേപോലെ തന്നെ എല്ലാം സുഖമായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ വന്നതൊരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കുട്ടികളുടെ ഒരു വിശേഷം. കാരണം അവരുടെ കളിയും കാര്യവും ചിന്തയും വർത്തമാനവും ഇവർ 2 വർഷമായ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇങ്ങനെ ഒരു ക്യാമ്പസിൽ വന്നെന്ന് ഒരുപക്ഷെ പോകാൻ, കാരണം നന്നായിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, ഏറ്റവും നന്നായിട്ട് ഇവിടെ നല്ല പഠനം തന്നെ അവർക്ക് ലഭിക്കുന്നു, നല്ല ശിക്ഷണം ലഭിക്കുന്നു, നല്ല വായു ശ്വസിക്കാൻ കഴിയുന്നു, നല്ല നാട്ടുകാർ, നല്ല എല്ലാം കൊണ്ടും നല്ല ഒരു അന്തരീക്ഷമുള്ള ഒരു ക്യാമ്പസാണ് ഇന്നത്തെ ഈ ഒരു ക്യാമ്പസ്. ഒരാളൊരു പാട്ട് പാടി തരണം. ആരാ ഇവിടുത്തെ ഗായകനാരാ? സഹലെ, ഓൾ ഇൻ ഓൾ ആണല്ലോ. സഹൽ പാട്. മന്ദാരമധുവഴകിൽ മീലാത് വരുന്നുണ്ട്, മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്, ഏഴാകാശച്ചെരുവിൽ അറബി പൊന്നറയിൽ തിരുനബി വരവിൻ്റെ കിസയുണ്ട്, ഏഴാകാശച്ചെരുവിൽ അറബി പൊന്നറയിൽ തിരുനബി വരവിൻ്റെ കിസയുണ്ട്. ഓക്കെ, മനോഹരം അല്ലേ? ഇനി ആരും ഇവിടുത്തെ പ്രഭാഷകനാരാ? ഒരു നിമിഷം നേരം കൊണ്ട് ഞാനൊരു സബ്ജക്റ്റ് തന്നാൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു 2 മിനിറ്റ് നിർത്താതെ സംസാരിക്കാൻ പറ്റുന്ന ആളാരാ? മുഹമ്മദ് ആഷിൽ ഇങ്ങോട്ട് വാ. ഞാൻ നിനക്ക് സബ്ജക്റ്റ് തരാൻ പോകണം. സമസ്തയുടെ 100ാം വാർഷികം. പെട്ടെന്ന് പറയണം, പിടിക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു 100ൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ സമസ്ത. അതിൻ്റെ കീഴിൽ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മളത്. എന്ത് പറഞ്ഞാലും എത്ര സംഘടനയുണ്ടെങ്കിൽ അതിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് സമസ്തയെ എടുത്തു പറയാൻ പറ്റും. പിന്നെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനകൾ ഒരുപാടുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയും പിന്നെ ഓരോ ലക്ഷ്യങ്ങൾക്കായുമാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. 1926 തുടങ്ങി 2026 ആവുന്നതോടെ 100 വർഷം തികയുകയാണ് സമസ്ത. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ ഞങ്ങളുടെ യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഒരു പ്രബോധനമാണ് അല്ലേ? അപ്പം നമ്മളൊക്കെ സമസ്ത കുണിയയിൽ പോകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഒരു വലിയ ബസ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? അപ്പോൾ എല്ലാവരും നല്ല ആവേശത്തിലല്ലേ? അപ്പോൾ ഏതായിരുന്നാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇസ്ലാമിക് അക്കാദമിയുടെ ബാബ അലി തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെ ഈ ക്യാമ്പസിൻ്റെ മുന്നത്താണ്. ഈ കുട്ടികൾ വളരെ സന്തോഷവാന്മാരാണ്. അതോടൊപ്പം നമ്മുടെ ഈ സമസ്ത സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊക്കെ അതിൻ്റെ വലിയ ഒരു ത്രില്ലിൽ നിൽക്കുകയാണ്. ആ സമ്മേളനം കാണണം, അതിൽ ലക്ഷത്തിൽ ഒരാളായി അലിഞ്ഞു ചേരണം, ആ ഒരു ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പസിന് മുറ്റത്ത് നിൽക്കുമ്പോൾ സമസ്തയുടെ മറ്റൊരു ഭാഗ്യം കൂടി SNECയുടെ ഈ ക്യാമ്പസിനുണ്ട്. കാരണം എന്താണ് സംഭവം? സമസ്തയുടെ നേരിട്ടതിനപ്പുറത്തേക്ക് വേറൊരു എനിക്ക് കിട്ടേണ്ട ഒരു ഉത്തരവുണ്ട്. ഒന്ന് ആലോചിച്ച്. പുതിയ അടുത്തെത്തി. സമസ്ത സമ്മേളനവും SNECയും തമ്മിലൊരു ബന്ധമുണ്ട്. അതിന് നമുക്കൊരു വേടോട് കൂടി പറയാം. സമസ്തയുടെ എന്താണ്? സമസ്തയുടെ 100ാം വാർഷിക സമ്മാനമാണ് SNEC അല്ലേ? ഓക്കെ. അപ്പോൾ ആ SNECയുടെ ക്യാമ്പസിന് മുറ്റത്താണ് ഈ കുട്ടികളോടൊപ്പമാണ് ഞാനുള്ളത്. ഏതായിരുന്നാലും നമ്മൾ വയനാട് ജില്ലയുടെ പര്യടനം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സമസ്ത സമ്മേളനത്തിൻ്റെ പ്രചാരണം വിളിച്ചോതിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സൈൻ ഓഫ്.